ഇപ്പൊ നമ്മുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ടൈറ്റിൽ ചെറിയുടെ ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യും, കാരണം ഇതേപോലെ ഒരു ടൈറ്റില് നാരായണിയുടെ അപ്പൊ അതായിട്ട് കണക്ഷൻ ഉണ്ടോന്നൊക്കെ അറിയില്ല. കണക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയാണ് ശരിക്കും ആദ്യം എഴുതി രജിസ്റ്റർ ചെയ്തത്, ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നത് ഡയറക്ടർ. പക്ഷെ പുള്ളിക്ക് പല കാരണങ്ങൾ കൊണ്ട് ഓരോരോ സമയത്തും ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നീണ്ടു പോയി. അതിനിടയിൽ നാരായണന്റെ ആൺമക്കൾ വന്നതും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടർക്ക് ടെൻഷൻ വന്നിരുന്നു, കാരണം നമ്മുടെ പടത്തിന്റെ ഇതായിട്ട്. പിന്നെ പുള്ളി ആലോചിച്ചപ്പോൾ ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ടൈറ്റിലാണല്ലോ, നമ്മുടെ ടൈറ്റിൽ പ്രസന്റ് ചെയ്യുമ്പോഴേക്കും ആ ടൈറ്റിലിന് അറ്റൻഷൻ കൂടെ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചില്ലേ നാരായണന്റെ ആൺമക്കളും ചെറിയുടെ ആൺമക്കളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടിയല്ലോ. അതെ, ഇതില് ശരിക്കും പറഞ്ഞാൽ ചെറിക്ക് രണ്ട് ആൺമക്കൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. രണ്ട് ആൺമക്കള് ആണ് ജെറിയുടെ ആൺമക്കളാണ്. ഇതില് ജെറിയുടെ ആൺമക്കളുടെ പ്രത്യേകത ഈ വിദേശത്തായിരിക്കുന്ന സമയത്ത് ഡെയിലി രാത്രി വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മയുടെ ലെഫ്റ്റും റൈറ്റും ഒരു പ്രൊട്ടക്ടറെ പോലെ ഒരു കിടക്കണമെന്ന് ആണ് അപ്പൻ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ഡെയിലി രാത്രി വിളിച്ച് വീഡിയോ കോളിൽ ചോദിക്കും അമ്മയുടെ ഇടത് സൈഡും വലത് സൈഡും ആണോ കിടക്കുന്നത്, അത് ഉറപ്പിച്ചിട്ടാണ് ജെറി ഉറങ്ങുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്ടറാണ് രണ്ട് ആൺമക്കൾ. അപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ തിരിച്ചു വരുന്ന ജെറിക്ക് പിള്ളേർക്ക് അച്ഛനൊരു സ്ട്രേഞ്ചർ മാത്രമാണ്. അപ്പോഴും അമ്മയുടെ അടുത്തിരിക്കുമ്പം പിള്ളേർക്ക് വിചാരിക്കുന്നത് ഒരു സ്ട്രേഞ്ചർ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർ മാറ്റിക്കളയും. ഇപ്പൊ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഇവൻതോ ഈ പ്രവാസി അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അബ്രോഡ് പോകുന്ന ഒരു ഇഷ്യൂ അല്ലാണ്ടും പാരന്റ്സ് തമ്മിൽ കുറച്ച് മക്കളും പാരന്റ്സ് തമ്മിൽ അല്ലാണ്ടും കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ടും അത് ഓരോ ജനറേഷനിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. കാരണം ഇപ്പോൾ നമുക്ക് IT മേഖല വിവര സാങ്കേതികത ഭയങ്കര കൂടുതലായിരുന്നു തന്നെ അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ആയിട്ട കാര്യമില്ല, സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ സ്പേസ് മതി. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ചോദിക്കാൻ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പോകേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് വരെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻഡിപെൻഡന്റ് ആവുന്നത് നേരത്തെ തന്നെ ആവും. അപ്പൊ അതിൽ നമ്മൾ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം അത് സ്ലോ പ്രോസസ്സാണ്. അത് എപ്പോഴും നമ്മുടെ ആ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് സമയം എടുക്കും, സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, കാരണം വേറെ മാർഗമില്ല. ദർ ഇസ് നോ പ്ലാൻ ബി.